എന്തേടോ ഒരു കാര്യം പറയാണ്ടായിരുന്നു. എന്ത് കാര്യം? പരാതിയാ സാർ. ആരെന്നെ പറ്റിയിട്ടോ? അയ്യോ, സാറിനെ കുറിച്ചല്ല. അപ്പൊ എന്നെ പറ്റിയിട്ടാണ്? സാറിനെ കുറിച്ച് പരാതിയില്ല. അപ്പൊ പിന്നെ എന്നെ കുറിച്ചാണോ പരാതി? അല്ല സാർ, ഒരിക്കലുമല്ല. പിന്നെ എന്താ എന്റെ പ്രശ്നം പറയേ? എന്നെ പ്രശ്നം? അല്ല, ഞാനല്ല സാറേ പ്രശ്നം. ഞാൻ പരാതി പറയാൻ വന്നതാണ് സാർ. എന്താ എന്റെ പരാതി? അത് പറയ്. വെച്ചോട്ടെ സാറുടെ. ആ വെച്ചോ സാറേ. നമ്മള് തെക്ക് ഭാഗത്തുണ്ടല്ലോ, ബസ് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്തെ റോഡ് പോകുന്നുണ്ടല്ലോ, റോഡ്. ആ റോഡ് പൊളിഞ്ഞ് കിടക്കാണ്. ആ റോഡിനെ കുറിച്ചാണ് പരാതി. എനിക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല. PWD അടുത്ത് പറഞ്ഞിട്ട് ഒരുപാടല്ലേ. ഒന്ന് അവിടെ പോയി പറയും. സാറേ, റോഡ് പൊളിഞ്ഞു കിടന്നോട്ട് അതിൽ ഒരു കുഴപ്പമില്ല. അതല്ല പരാതി. അല്ല. പിന്നെന്താ പരാതി? അതിന്റെ തൊട്ടിപ്പുറം വേരുവിന്റെ ഹോട്ടൽ ഉണ്ടല്ലോ, ചായക്കട, അതന്നെയാണ് സാർ പരാതി. അവിടെ എന്താണ് പ്രശ്നം? നല്ല ലൈസൻസ് ഒക്കെ ഉള്ള കടയുള്ളൂ. പിന്നെ എന്റെ സാറേ, അടുക്കള കണ്ടിന്, അടുക്കള മുമ്പിലല്ലേ കുറച്ച് വൃത്തിയില്ലു സാറേ. അടുക്കള ഭാഗത്തെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടോണ്ടാണ് പറയും സാറേ. ഒരു 10-30 ഏരിയ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ പാഞ്ഞു കളിക്കുന്നു. പൊറോട്ട കുഴക്കുന്ന കണ്ടിരുങ്ങ, ബംഗാളിയും തമിഴും എല്ലാം കൂടി ചവിട്ടി കുഴക്കുന്ന പൊറോട്ട എല്ലാം വൃത്തികളാണ് സാറേ. സാറേ, 3 ആടുണ്ട് അവർക്ക്. ആ 3 ആടിന്റെ കെട്ട അടുക്കളയിലാണ് ഈ പലഹാരവും ഈ ഭക്ഷണവും ചോറും കറിയും എല്ലാം ആക്കുന്നത്. വൃത്തി എന്ന് പറഞ്ഞൊരു സാധനമില്ല സാറേ, അലമ്പാ സാറേ. ഇത് നേരിട്ട് കണ്ടിട്ട് ഞാൻ കണ്ടതുകൊണ്ടാണ് സാറേ വന്ന് പറയുന്നത്. ആരും പറയാൻ നിൽക്കൂല. താനീ പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാണ് സാറേ. എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം. എന്നാലേ രേഖാമൂലം ഒരു പരാതി എഴുതിയിട്ടാ നമ്മൾ അന്വേഷിക്കാം. അല്ല സാർ, രേഖാമൂലം വേണം. ഞാൻ എന്തായാലും വന്ന് പറഞ്ഞല്ലോ. അത് വേണോ? ഈ പറഞ്ഞ പ്രകാരം ഞങ്ങളിപ്പോൾ അവിടെ പോയി അന്വേഷണം നടത്തി കഴിഞ്ഞാല് അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലേ ഒരു നമ്മളെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. നമ്മൾ ആപ്പിലാവും. അങ്ങനെ ആപ്പിലാവാണ്ടിരിക്കണമെങ്കിൽ തന്നെ ആള് പരാതി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെക്കിങ്ങിന് വന്നതെന്ന് ഞങ്ങൾക്ക് പറയണം. അതിന്റെ രേഖാമൂലം ഒന്ന് എഴുതി തന്നാൽ അവിടെ ഇരുന്ന് എഴുതിക്കോ. അവിടെ ഇരുന്നോ. മലയാളം അത്ര ഒരു പിടുത്തമില്ല. ഇംഗ്ലീഷിൽ എഴുതിക്കൊന്നുമല്ലോ. സാർ, അത് അല്ല, അത് നിങ്ങളുടെ കൈയക്ഷരത്തിൽ തന്നെ എഴുതണം. എഴുതിയാൽ മതി. പേനെടുത്തോ സാറേ. ഞാനേ അധികം ഇങ്ങനെ വേറെ പോലീസ് സ്റ്റേഷനിലൊന്നും കയറാത്ത ഒരാളാണ്. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ. അല്ല, എന്നാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പരാതി. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട്, എനക്ക് വേണ്ടിയിട്ട് മാത്രമല്ലോ സാർ. സുഗതൻ സാറേ, നമ്മുടെ ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്ത് ഒരു സീനത്ത് റെസ്റ്റോറന്റ് അന്ന് ആ സീനത്ത് റെസ്റ്റോറന്റിലെ ഭക്ഷണം കൊള്ളില്ല, വളരെ മോശമാണ്, വൃത്തിയില്ല എന്ന് പറഞ്ഞ ഒരു ബൈജു എന്ന് പറഞ്ഞൊരു ചെക്കൻ വന്ന് ഇതുപോലെ ഇവിടെ ഒരു പരാതി എഴുതി തന്നിരുന്നു. നമ്മൾ പോയി അന്വേഷിച്ചേ. ബൈജു. എന്നിട്ട് എന്താ ഉണ്ടായതറിയോ? നമ്മുടെ ഈ സീനത്ത് ഹോട്ടലിലെ ഓണറില്ലേ ബഷീർക്ക അന്ന് തന്നെ അപ്പം തന്നെ ആ പരാതി കൊടുത്ത ബൈജുവിനെ കൈയോടെ പൊക്കി അയാളുടെ ഗുണ്ടങ്ങളും കൂടെ നേരെ ഒരു ഒമനിക്കകത്ത് കയറ്റി 2 കിലോമീറ്റർ കറങ്ങി അതിനിടയ്ക്ക് ഇടിച്ച് പിരുത്ത് റെഡിയാക്കി അവനൊരു ഓടയിൽ കൊണ്ടങ്ങ് തള്ളി. എന്നിട്ട് അവനെ ഞാൻ ഇന്നലെ കണ്ടു. ഓൻ ജീവനോടുണ്ടോ? അയ്യോ, ഒന്നിനും കൊള്ളില്ല. എന്നെ കണ്ടൊരു നമസ്കാരം എങ്ങനെ പറയാൻ വേണ്ടി കൈവയ്ക്കപ്പോ 2 കൊര. ഈ സൈലൻസർ പോയ ബൈക്കില്ലേ, അതിന്റെ ശബ്ദം പോലെ. 2 മാസമാണ് ആശുപത്രി കിടന്നത്. ജീവിതം പോയി. ഒന്നിനും കൊള്ളില്ല അവൻ. എഴുതു പെട്ടെന്ന് എഴുതരൂ. എഴുതി കഴിഞ്ഞോ? ഇല്ല സാർ, പരാതിയൊന്നുമില്ല. ഇല്ല. തീർക്കല്ലേ സാർ. ശരി സാർ. ഇതൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഒന്നുമില്ല സാർ. നാട് നന്നാക്കാൻ നടക്കുന്ന ഇവൻ. അയാള് വളരെ മാന്യമായിട്ട് കച്ചവടം ചെയ്യണം. പിന്നെ ഇനി വൃത്തി എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ ഉള്ള സ്ഥലത്തിലല്ലേ ആടിനും മാടിനും കെട്ടാൻ. ഞാനൊരു കാര്യം പറയല്ല, ഞാൻ എപ്പോ ചെന്നാലും 2 പൊറോട്ട ഇത്തിരി ചാറും ചോദിക്കും. പക്ഷെ ചാറിന്റെ കൂടെ എനിക്കൊരു 3 കഷ്ണം ഇട്ട് തരും. മനസ്സിലാണ്. പിന്നെ പഴംപൊരി മതി.